നമുക്കുള്ള പ്രപഞ്ചത്തിന്റെ ഇപ്പോഴത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം. വളരെയധികം സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടും മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ചിലർ നിങ്ങളുടെ ഒരു നല്ല മനസ്സ് ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആരെ സഹായിക്കുന്നു അവരതിന് അർഹരാണോ എന്നുള്ളത് കൂടി ചിന്തിച്ചിട്ട് ശരിയായ പാത്രത്തിൽ ദാനം കൊടുക്കാവൂ. നമ്മൾ കൊടുത്ത പൈസ ചിലർ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കർമ്മ കൂടി നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അർഹരായവർക്ക് മാത്രം പണം കൊടുത്ത് സഹായിക്കുക എന്നുള്ള സന്ദേശമാണ് ആദ്യം തന്നെ വരുന്നത്. അടുത്തതായിട്ട്, തനിയെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ആത്മവിശ്വാസമുള്ള വളരെ ഊഷ്മളമായ മനോഭാവം ഉള്ളയാൾ. അമിതമായ ആത്മവിശ്വാസം പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അക്രമാസക്തമായ സാഹചര്യങ്ങൾ ഒഴിവാക്കണം. അതിനുവേണ്ടി നമ്മൾ ഏത് യാത്രയായാലും നമ്മൾ ഒരു അവെയർ ആയിട്ടിരിക്കണം എന്നാണ് പറയുന്നത്. ഇത് ചിലപ്പോൾ സാധാരണ യാത്രകൾ മാത്രമായിരിക്കില്ല ഉദ്ദേശിക്കുന്നത്, ആത്മീയമായ യാത്രകളാവാം, നമ്മളുടെ സ്വയം അറിയാനുള്ള യാത്രകളാവാം. അപ്പോൾ അതെല്ലാം അല്പം ഒന്ന് അവബോധമുള്ളവരായിട്ടിരിക്കാനാണ് പറയുന്നത്. തിരഞ്ഞെടുപ്പുകൾ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. എന്ത് കാര്യം ഏത് വഴിയിൽ കൂടെ പോകണമെന്ന് നിങ്ങൾ എപ്പോൾ തീരുമാനിക്കുന്നുണ്ടോ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. പ്രത്യേകിച്ച് പ്രൊഫഷൻ്റെ കാര്യത്തിലാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും നിങ്ങളൊരു ജോലി മാറാനോ അല്ലെങ്കിൽ പുതുതായി എന്തെങ്കിലും ഒരു മേഖലയിലേക്ക് മാറാനോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഉള്ളത് വിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. അമിതമായ പ്രതീക്ഷ പാടില്ല. പലരും ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, ഒരു പ്രത്യേക എന്തെങ്കിലും ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ അമിതമായ ലാഭമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടമാനം കാശ് കിട്ടും, എളുപ്പവഴി കൂടെ കാശ് ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇത് തെറ്റായ പ്രതീക്ഷകൾ നിരാശ തരും. അപ്പം നന്നായി ശ്രദ്ധിച്ച് നന്നായി ആലോചിച്ച് നല്ലോണം അന്വേഷിച്ച് മാത്രം പുതിയ കാര്യങ്ങൾക്ക് പുറപ്പെടുക എന്നാണ് പറയുന്നത്. സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം നിഗൂഢമാണ്. ഭയം, ഇരുട്ട്, ഏകാന്തത ഇതൊക്കെ നിയന്ത്രണ വിധേയമാക്കുക, മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് ചില സ്വപ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടാവാം. നമ്മുടെ അബോധ മനസ്സിന്റെ അടിത്തട്ടിലുള്ള അഗാധമായ ആഗ്രഹങ്ങളാണ് സ്വപ്നങ്ങൾ എന്ന് പറയും. പിന്നെ ചില കാര്യങ്ങൾ നടക്കുന്നതിന് മുമ്പ് ചിലർക്ക് ഒരു ഇൻറ്റ്യൂഷൻ പോലെ സ്വപ്നത്തിലൂടെ യൂണിവേഴ്സ് മുന്നറിയിപ്പ് തരും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സിലുള്ള നെഗറ്റിവിറ്റി എല്ലാം ഒഴിവാക്കുക. ഭയം, ഇരുട്ട് എന്ന് പ്രത്യേകിച്ച് പറയുന്നത് അജ്ഞതയാണ്, ഏകാന്തത ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. എത്രത്തോളം പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റുന്ന അത്രത്തോളം പോസിറ്റീവായിട്ടിരിക്കുക. മനസ്സിന് കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ പായാൻ വിടാതിരിക്കുക. ഒരു നിയന്ത്രണം, ശരിക്കും മനസ്സിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത ലോകത്തിന്റെ നിയന്ത്രണം തന്നെ നമ്മുടെ കയ്യിലായി എന്ന് പറയും. മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? മെഡിറ്റേഷൻ ചെയ്യുക, അതാണ് ഏറ്റവും നല്ല മാർഗ്ഗം. ഒന്നും പറ്റില്ലെങ്കിൽ ശാന്തമായിട്ട് ഒരു 5 മിനിറ്റെങ്കിലും ഒരു ദിവസം, രാവിലെ എണീറ്റുടനെയും വൈകിട്ട് കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഒരു 5 മിനിറ്റ് നേരം ശാന്തമായി സ്വസ്ഥമായി എല്ലാ ചിന്തകളും ഒഴിവാക്കി ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് ഒരു 5 മിനിറ്റ് ഇരിക്കാൻ പറ്റിയാൽ തന്നെ നിങ്ങളുടെ മനസ്സ് ഒരുപാട് ശാന്തമാവും. പ്രത്യേകിച്ച് ദുസ്വപ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ അല്പം മെഡിറ്റേഷൻ ചെയ്തത് നിങ്ങളെ വളരെയധികം ശാന്തമായി ഉറങ്ങാൻ സഹായിക്കും.